Hi dear friends, TLB's ബയോളജി ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. +2 സുവോളജി പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന ചാപ്റ്ററിലെ 10ാമത്തെ വീഡിയോ ആണിത്, അവസാനത്തെ വീഡിയോയുമാണിത്. ഈ വീഡിയോയിൽ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ആയ ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം, ടർണർ സിൻഡ്രോം എന്നിവയാണ്. എൻ്റെ വീഡിയോ ലെസൺസ് യൂട്യൂബ് ചാനലിലൂടെ ആദ്യമായി കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവരും വീഡിയോയുടെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക, ബെൽ ഐക്കൺ കൂടെ അമർത്തുക. പുതിയ വീഡിയോസ് ആഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ലെസൺ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ക്രോമസോമൽ ഡിസോർഡേഴ്സിനെ കുറിച്ചാണ്. കഴിഞ്ഞ വീഡിയോ ലെസൺസിൽ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് ജനറ്റിക്കൽ ഡിസോർഡേഴ്സിനെ കുറിച്ചായിരുന്നു. ജനറ്റിക്കൽ ഡിസോർഡേഴ്സ് പാരൻസിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്ന ഡിസോർഡേഴ്സാണ് ജനറ്റിക്കൽ ഡിസോർഡേഴ്സ്. സിക്കിൾ സെൽ അനീമിയ, കളർ ബ്ലൈൻഡ്നെസ്, ഹീമോഫീലിയ, തലാസീമിയ തുടങ്ങിയ അസുഖങ്ങളെല്ലാം ജനറ്റിക്കൽ ഡിസോർഡേഴ്സാണ്. അവ പാരൻസിൽ നിന്നും ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്നവയാണ്. മിക്കവാറും എല്ലാ ഡിസീസുകളും ഓട്ടോസോമൽ റിസസീവ് ഡിസീസുകൾ ആയിരുന്നു, അല്ലെങ്കിൽ സെക്സ് ലിങ്ക്ഡ് ഡിസീസുകളായിരുന്നു. എന്നാൽ ക്രോമസോമൽ ഡിസോർഡേഴ്സിനെ സംബന്ധിച്ച് അത് ഇൻഹെറിറ്റ് ചെയ്ത് കിട്ടുന്നതല്ല എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. അതിനെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസുകൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. The chromosomal disorders are caused due to absence or excess or abnormal arrangement of one or more chromosomes. നമുക്കറിയാം, നമുക്ക് 46 ക്രോമസോംസ് ഉണ്ട്. അതിൽ 23 ക്രോമസോംസ് ഫാദറിൽ നിന്നും കിട്ടുന്നതാണ്, 23 ക്രോമസോംസ് മദറിൽ നിന്നും കിട്ടുന്നതാണ്. ഈ ക്രോമസോംസുകൾ തമ്മിൽ ചേർന്നാണ് ഒരു ഹ്യൂമൻ ബീയിങ്സ് 46 ക്രോമസോംസിലേക്ക് മാറുന്നത്. ഇപ്പോൾ ക്രോമസോമുകൾ ചേരുന്ന പ്രോസസ്സ് അല്ലെങ്കിൽ ഗമീറ്റോജെനിസിസ് നടക്കുമ്പോൾ മിയോസിസ് എന്നൊരു സെൽ ഡിവിഷൻ നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. അതിൻ്റെ ഫലമായിട്ടാണ് ക്രോമസോം നമ്പർ പകുതിയായിട്ട് മാറുന്നത്. അപ്പോൾ ഈ ഒരു സെൽ ഡിവിഷൻ പ്രോസസ്സ് നടക്കുമ്പോൾ ചിലപ്പോൾ സംഭവിക്കുന്ന ഒരു പ്രതിഭാസമാണ് നോൺ ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമസോംസ് എന്ന് പറയുന്ന പ്രതിഭാസം. അതായത് ഫെയില്യൂർ ഓഫ് സെഗ്രിഗേഷൻ ഓഫ് ക്രോമാറ്റിഡ്സ് ഡ്യൂറിങ് സെൽ ഡിവിഷൻ സൈക്കിൾ റിസൾട്ട്സ് ഇൻ ദ ഗെയിൻ ഓർ ലോസ് ഓഫ് എ ക്രോമസോം. നമുക്കുള്ള 46 ക്രോമസോംസ് എന്ന് പറയുന്നത് 23 ജോഡി ഹോമലോഗസ് പെയേഴ്സാണ്. ഒന്നാമത്തെ ക്രോമസോം അത് ഒരു പെയർ ക്രോമസോംസ് ആണ്. ഒന്ന് പെറ്റേണലാണ്, ഒന്ന് മെറ്റേണലാണ്. ഫാദറിൽ നിന്നും കിട്ടുന്നതാണ്, മദറിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പം അങ്ങനെ ഈ ഒരു 23 ജോഡി ക്രോമസോംസുകളും അതുപോലെയാണ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ക്രോമസോംസുകൾ ഈക്വലായിട്ട് ഗമീറ്റ്സുകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടുന്ന പ്രോസസ്സിൽ ചിലപ്പോൾ ഫെയില്യൂർ സംഭവിക്കും. അപ്പം അത്തരം ഫെയില്യൂവേഴ്സാണ് ക്രോമാറ്റിഡ്സിൻ്റെ സെഗ്രിഗേഷൻ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ഡിസോർഡേഴ്സിന് കാരണം. അപ്പം അതിൻ്റെ ഫലമായിട്ട് ഉണ്ടാകുന്ന ഗമീറ്റ്സുകൾ ചിലപ്പോൾ ഒരു ക്രോമസോംസ് കൂടുതലായിരിക്കാം, ഒരു ക്രോമസോം ഒന്നോ അതിലധികമോ ക്രോമസോമുകൾ ചിലപ്പോൾ കുറവായിരിക്കാം, കൂടുതലായിരിക്കാം. ആ ഒരു പ്രോബ്ലംസിനാണ് ക്രോമസോമൽ ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നതിന് പ്രധാനപ്പെട്ട കാരണം. നമുക്കാദ്യം നമ്മുടെ ഈ സെൽ ഡിവിഷൻ പ്രോസസ്സിനെ കുറിച്ച് നമുക്കൊന്ന് റിക്കളക്റ്റ് ചെയ്യാം. ഇപ്പോൾ സെൽ ഡിവിഷൻ പ്രോസസ്സിൽ ഇൻ്റർഫേസ്, പ്രോഫേസ്, മെറ്റാഫേസ്, അനാഫേസ്, ടീലോഫേസ് എന്നീ വിവിധ ഘട്ടങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇപ്പോൾ സെൽ ഡിവിഷൻ തുടങ്ങുന്നതിന് മുമ്പ് വളരെ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സായിട്ട് കാണുന്ന ക്രൊമാറ്റിൻ
ജാലികകൾ അല്ലെങ്കിൽ ക്രൊമാറ്റിൻ ത്രെഡ്സ് കണ്ടൻസ് ചെയ്യുകയും അത് ക്രോമസോമുകൾ എന്നുള്ള രൂപത്തിലേക്ക് മാറുകയും ചെയ്യുകയും പിന്നീട് ഈ ക്രോമസോമുകൾ സെല്ലിൻ്റെ മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് അടുത്ത് സംഭവിക്കുന്നത് ഇതിൽ സ്പിൻഡിൽ ഫൈബേഴ്സ് വന്ന് അറ്റാച്ച് ചെയ്യുകയും ഈ സ്പിൻഡിൽ ഫൈബേഴ്സ് ഓരോ ക്രൊമാറ്റിഡിനെയും അല്ലെങ്കിൽ ഡോട്ടർ ക്രോമസോംസിനെയും രണ്ട് ഭാഗത്തേക്കായിട്ട് വലിച്ചുകൊണ്ട് പോവുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ക്രോമസോം നമ്പർ പകുതിയായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. തുടർന്ന് ക്രോമസോംസുകൾ ഡിവൈഡ് ചെയ്തതിന് ശേഷം സെൽ ഡിവിഷൻ നടക്കും. ടീലോഫേസ് സ്റ്റേജിൽ സെൽ ഡിവിഷൻ നടക്കുകയും ഓരോ ഗമീറ്റിലും പകുതി ക്രോമസോംസുകൾ വീതം ലഭിക്കുകയും ചെയ്യും. ഈ രീതിയിലാണ് ക്രോമസോംസുകൾ സെൽ ഡിവിഷൻ്റെ സമയമാകുമ്പോൾ ക്രമീകരിക്കപ്പെടുന്നതും രണ്ട് സെല്ലുകളിലേക്ക് ഈക്വലായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നതും. അപ്പോൾ ഈ പ്രോബ്ലത്തിൽ ഈ ഒരു പ്രോസസ്സിൽ ചിലപ്പോൾ പരാജയം ഫെയിലുവർ സംഭവിക്കാം. അപ്പോൾ അതാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ചത് നോൺ ഡിസ്ജങ്ഷൻ എന്നുള്ള ഒരു ടേം കൊണ്ട്. നോൺ ഡിസ്ജങ്ഷൻ ഓഫ് ക്രോമസോംസ്. ഈ ഒരു ഫിഗർ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. മെറ്റാഫേസ് സ്റ്റേജിൽ ഇവിടെ ക്രോമസോംസുകൾ സെല്ലിൻ്റെ മധ്യഭാഗത്തായിട്ട് ക്രമീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഇനി അടുത്ത് ഈ സെല്ല് ഡിവിഷൻ്റെ അടുത്ത ഘട്ടത്തിൽ അനാഫേസ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഈ ക്രൊമാറ്റിഡ്സുകൾ രണ്ട് സെല്ലിൻ്റെയും രണ്ട് വശങ്ങളിലേക്കായിട്ട് സ്പിൻഡിൽ ഫൈബേഴ്സ് വലിച്ചുകൊണ്ട് പോകും. വലിച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ഇവിടെ വെച്ചിട്ട് മധ്യഭാഗത്ത് വെച്ചിട്ട് ക്രോമസോംസുകൾ മുറിഞ്ഞു പോവുകയും രണ്ട് വശത്തേക്കും പോവുകയുമാണ് ചെയ്യുന്നത്. പടത്തിൽ നോക്കിയാൽ നമുക്ക് കാണാം ഇവിടെ ശരിക്കുള്ള ഡിസ്ജങ്ഷൻ നടക്കുന്നു, വേർപിരിയൽ നടക്കുകയാണ്. പ്രോപ്പർ ഡിസ്ജങ്ഷൻ നടന്നിട്ട് ക്രോമസോമിൻ്റെ ഒരു പാർട്ട് ഇങ്ങോട്ട് പോകുന്നു, മറ്റേ പാർട്ട് അങ്ങോട്ട് പോകുന്നു. ഹോമോലോഗസ് ക്രോമസോംസുകൾ അവിടെ വേർപിരിയുന്നു. എന്നാൽ ഈ താഴെയുള്ള ഈ ഒരു ക്രോമസോമിനെ സംബന്ധിച്ച് ഇവിടെ ആ ക്രോമസോം മുഴുവനായിട്ടും സെല്ലിൻ്റെ ഒരു ഭാഗത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മറുഭാഗത്തേക്ക് ആ ക്രോമസോം കിട്ടുന്നില്ല. അങ്ങനെ വരുമ്പോൾ ഈ ഭാഗത്ത് ടീലോഫേസ് സ്റ്റേജ് കഴിയുമ്പോഴത്തേക്കും ഈ ഭാഗത്തുണ്ടാകുന്ന ഗമീറ്റിൽ ഒരു ക്രോമസോമിൻ്റെ എണ്ണം കുറവായിരിക്കും. ഈ ഭാഗത്തുണ്ടാകുന്ന സെല്ലിൽ ഒരു ക്രോമസോമിൻ്റെ എണ്ണം കൂടുതലായിരിക്കും. അപ്പോൾ ഇങ്ങനെ ക്രോമസോമുകളുടെ എണ്ണം കൂടുകയോ കുറയുകയോ ചെയ്യുന്നത് കൊണ്ടാണ് ക്രോമസോം ഡിസോർഡേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്തരം ഡിസോർഡേഴ്സിനെ കോമൺ ആയിട്ട് വിളിക്കുന്ന ഒരു ടേമാണ് അന്യൂപ്ലോയിഡി. Failure of segregation of chromatids during cell division cycle results in the gain or loss of chromosomes. ഈ ഒരു ഭാഗത്ത് ഒരു ക്രോമസോം ഗെയിൻ ചെയ്യുന്നു, ഈ ഒരു ഭാഗത്ത് ഒരു ക്രോമസോം ലോസ് ആകുന്നു. അപ്പോൾ ഇങ്ങനെ ക്രോമസോമിൻ്റെ ഗെയിനിനെയും ലോസിനെയും വിളിക്കുന്ന ഒരു സിംഗിൾ ടേമാണ് അന്യൂപ്ലോയിഡി. The gain or loss of a chromosome is called aneuploidy. Aneuploidy can be divided into two: trisomy and monosomy. അന്യൂപ്ലോയിഡിയെ രണ്ടായിട്ട് തിരിക്കാം, ട്രൈസോമി എന്നും മോണോസോമി എന്നും. എന്താണ് ട്രൈസോമി? The presence of an additional copy of chromosome is trisomy. ഇപ്പോൾ ക്രോമസോമിൻ്റെ എണ്ണം ഒരെണ്ണം കൂടുതൽ കിട്ടുന്നതിനെയാണ് ട്രൈസോമി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. സാധാരണ ഒരു പെയർ ക്രോമസോമാണ്, രണ്ടെണ്ണം ഉണ്ട്. ആ രണ്ടെണ്ണം കൂടാതെ ഒരെണ്ണം കൂടെ വരുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ട്രൈസോമി. ദ പ്രസൻസ് ഓഫ് ആൻ അഡീഷണൽ കോപ്പി ഓഫ് ക്രോമസോം ഈസ് കാൾഡ് ട്രൈസോമി. അതിനൊരു എക്സാമ്പിളായിട്ട് പഠിക്കുവാനുള്ള ഡിസോർഡറാണ് ഡൗൺ സിൻഡ്രോം. ഇനി എന്താ മോണോസോമി? ദ ലോസ് ഓഫ് വൺ ക്രോമസോം ഈസ് മോണോസോമി. ഒരു ക്രോമസോം നഷ്ടപ്പെടുന്നതിനെയാണ് മോണോസോമി എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിനൊരു എക്സാമ്പിളാണ് ടർണേഴ്സ് സിൻഡ്രോം. ടർണേഴ്സ് സിൻഡ്രോം മോണോസോമിക്ക് എക്സാമ്പിളാണ്. അപ്പോൾ ഒരു ക്രോമസോം കൂടുന്നത് ട്രൈസോമി, ഒരു ക്രോമസോമിൻ്റെ എണ്ണം കുറയുന്നത് മോണോസോമി. ഇനി എന്താ പോളിപ്ലോയിഡി?
Failure of cytokinesis after telophase stage of cell division results in an increase in a whole set of chromosomes in an organism. And this phenomenon is known as polyploidy. എന്താണ് ഇത്? സാധാരണ കാണുന്നത് പ്ലാന്റ്സിലാണ് പോളിപ്ലോയിഡി കണ്ടീഷൻസ് കാണുന്നത്. ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ് ആഫ്റ്റർ ടീലോഫേസ് സ്റ്റേജ്. ഇപ്പോൾ നേരത്തെ പിക്ചറിൽ കണ്ടു, ടീലോഫേസ് സ്റ്റേജിൽ ക്രോമസോമുകൾ രണ്ട് സെല്ലിൻ്റെ രണ്ട് എൻഡിലായിട്ട് ക്രമീകരിക്കപ്പെടുകയും തുടർന്ന് സൈറ്റോപ്ലാസം രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സൈറ്റോകൈനസിസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ്. ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ്. സൈറ്റോകൈനസിസ് സെൽ ഡിവിഷൻ്റെ ഏറ്റവും അവസാനം നടക്കുന്ന പ്രോസസ്സാണ്. ഇവിടെ കാരിയോകൈനസിസ് നടന്നു, ദാറ്റ് മീൻസ് ന്യൂക്ലിയർ ഡിവിഷൻ നടന്നു, പക്ഷേ സൈറ്റോകൈനസിസ് നടക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ക്രോമസോമിൻ്റെ എണ്ണം ഡബിൾ ചെയ്യും. റിസൾട്ട്സ് ഇൻ ആൻ ഇൻക്രീസ് ഇൻ എ ഹോൾ സെറ്റ് ഓഫ് ക്രോമസോം ഇൻ ആൻ ഓർഗാനിസം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഫോർ എക്സാമ്പിൾ സ്പേം സെൽസിലാണ് ഇത് നടക്കുന്നതെങ്കിൽ അത് 46 ക്രോമസോമുള്ള സ്പേം സെൽസ് ആയിട്ട് മാറും. ഓവത്തിലാണ് നടക്കുന്നതെങ്കിൽ എഗ് സെൽസിലാണ് ഈ ഒരു സൈറ്റോകൈനസിസിൻ്റെ ഫെയിലിയർ നടക്കുന്നതെങ്കിൽ 46 ക്രോമസോംസ് ഉള്ള ഓവം ഉണ്ടാകും. അപ്പോൾ ഇത് സാധാരണ അനിമൽസിൽ നടക്കാറില്ല. കൂടുതലും ഇത്തരം ഫെയിലിയേഴ്സ് ഉണ്ടാകുന്നത് പ്ലാന്റ്സിലാണ്. അപ്പോൾ ഈ ഒരു കണ്ടീഷനെ വിളിക്കുന്ന പേരാണ് പോളിപ്ലോയിഡി. ഫെയിലിയർ ഓഫ് സൈറ്റോകൈനസിസ് ആഫ്റ്റർ ടീലോഫേസ് സ്റ്റേജ് ഓഫ് സെൽ ഡിവിഷൻ results in an increase in a whole set of chromosome in an organism, and this phenomenon is known as polyploidy. This condition is often seen in plants. ഇവിടെ അത് ഡയഗ്രമാറ്റിക് ആയിട്ട് നമുക്ക് വിഷ്വലൈസ് ചെയ്യാം. ഇവിടെ 2, 4, 6 ക്രോമസോംസ് ഇവിടെ ഉണ്ട്. ഇവിടെ അതേ ക്രോമസോംസുകൾ സെൽ ഡിവിഷൻ്റെ ഫലമായിട്ടുണ്ടാകുന്നു. ഈ 2 സെല്ലുകളും തങ്ങളിൽ കൂടിച്ചേരുകയാണെങ്കിൽ അതിൽ നിന്നും ഇവിടെ 2n സ്റ്റേജിന് പകരം ഇവിടെ 4n സ്റ്റേജിലേക്ക് മാറുന്ന അവസ്ഥ ഉണ്ടാകും. അതിൻ്റെ ക്രോമസോം നമ്പർ ഡബിൾ ചെയ്യുന്നു. ഇവിടെ 2, 4, 6, ഇവിടെ 2, 4, 6, 8, 10, 12 ക്രോമസോംസിലേക്ക് മാറുന്ന സ്റ്റേജ് ഉണ്ടാകും. ഡിപ്ലോയിഡ് സെൽ അണ്ടർഗോസ് ഫെയിൽഡ് മിയോസിസ്. മിയോസിസ് അവിടെ ഫെയിലായി. പ്രൊഡ്യൂസിങ് ഡിപ്ലോയിഡ് ഗമീറ്റ്സ്. ഡിപ്ലോയിഡ് ഗമീറ്റ്സ് ഉണ്ടാകുന്നു. വിച്ച് സെൽഫ് ഫെർട്ടിലൈസ് ടു പ്രൊഡ്യൂസ് എ ടെട്രാപ്ലോയിഡ് സൈഗോട്ട്. ടെട്രാപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടാകുന്നു. ഇനി ക്രോമസോമൽ ഡിസോർഡറിൽ ആദ്യമായിട്ട് പഠിക്കാനുള്ള ഡിസോർഡറാണ് ഡൗൺ സിൻഡ്രോം. ഡൗൺ സിൻഡ്രോം പേര് നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവും. സിൻഡ്രോം മീൻസ് അവസ്ഥ എന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതൊന്നും ജനറ്റിക്കലായിട്ടുണ്ടാകുന്നതും ക്രോമസോമലായിട്ടുണ്ടാകുന്നതുമായിട്ടുള്ള ഡിസോർഡേഴ്സുകളെ സാധാരണ നമ്മൾ ഡിസീസ് എന്ന് പറയാറില്ല. കാരണം ഇതൊക്കെ ഓരോ അവസ്ഥകളാണ്. അപ്പം അതിൽ ഒരവസ്ഥയാണ് ഡൗൺ സിൻഡ്രോം എന്ന് പറയുന്ന ഒരവസ്ഥ. ആ ഒരു ക്രോമസോമിൻ്റെ ആ ഒരു കണ്ടീഷനിലെത്തുന്നത് കൊണ്ടുണ്ടാകുന്ന പ്രശ്നങ്ങൾ. ഡൗൺ സിൻഡ്രോമിൻ്റെ റീസൺ എന്ന് പറയുന്നത് presence of an additional copy of the chromosome number 21. ഇപ്പോൾ 23 pairs of chromosomes ഉണ്ട്. അതിൽ 21 പെയർ 21ാമത്തെ ജോഡി ക്രോമസോംസ്. 21ാമത്തെ ജോഡി ക്രോമസോംസ് ട്രൈസോമിയാണ്. ദാറ്റ് മീൻസ് അവിടെ സാധാരണ എല്ലാ ക്രോമസോംസും 2 വീതം കാണുമ്പോൾ ഈ ക്രോമസോമുകളെല്ലാം 2 വീതം കാണുകയാണ്. ഇവിടെ അത് 3 ഉണ്ട്. ദാറ്റ് കണ്ടീഷൻ ഈസ് നോൺ ആസ് ട്രൈസോമി. അപ്പോൾ ട്രൈസോമി ഓഫ് ക്രോമസോം നമ്പർ 21 ഈസ് ദ റീസൺ ഫോർ ഡൗൺ സിൻഡ്രോം. ഈ ഒരു ഡിസീസിൻ്റെ റീസൺ ആദ്യമായിട്ട് കണ്ടെത്തിയത് ലാങ്ഡൺ ഡൗൺ എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് സയൻറ്റിസ്റ്റാണ്. ഈ ഒരു ഡിസീസിനെ കുറിച്ച് ആദ്യമായിട്ട് ഡിസോർഡറിൻ്റെ റീസണിനെ കുറിച്ച് ആദ്യമായിട്ട് കണ്ടെത്തിയത്, അതിൻ്റെ റീസൺ കണ്ടെത്തിയത്. അതുകൊണ്ട് ഈ ഡിസോർഡറിനെ അദ്ദേഹത്തിൻ്റെ പേരിലാണ് അറിയപ്പെടുന്നത്. ദിസ് ഡിസോർഡർ വാസ് ഫസ്റ്റ് ഡിസ്ക്രൈബ്ഡ് ബൈ ലാങ്ഡൺ ഡൗൺ ഇൻ 1866.
ഒന്ന് ഡയഗ്രമാറ്റിക് ആയിട്ട് അതെങ്ങനെ സംഭവിക്കുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നോർമലായിട്ട് ഒരു സെൽ ഡിവിഷൻ നടക്കുന്ന ഒരു ഓവോജെനിസിസിൻ്റെ ഒരു ഘട്ടമാണ് എന്ന് വിചാരിക്കുക. ഇത് ആ ഓവത്തിൻ്റെ 21st ആട്ടോസോം ആണെന്നും വിചാരിക്കുക. ആ ഓവത്തിലെ 21st ആട്ടോസോമാണ്. സെൽ ഡിവിഷൻ നടക്കുന്നു. നടന്നു കഴിയുമ്പോഴത്തേക്കും നോർമലായിട്ട് ഈ സെല്ല് നോർമൽ സെൽ ഡിവിഷനിലാണെങ്കിൽ ഈ ക്രോമസോംസ് ഒരു ജോഡിയുള്ള ക്രോമസോംസിൽ ഓരോ ഹോമലോഗസ് പെയറും ഓരോ സെല്ലിലേക്ക് പോകും. അവിടെ വെച്ച് മിയോസിസ് നടക്കുമ്പോഴത്തേക്ക് അങ്ങനെ പോവുകയും അതിൽ നിന്നും ഓരോ സ്പേം വന്ന് ഇതിനെ ഫെർട്ടിലൈസ് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ ഓരോ പെയർ ക്രോമസോംസുകൾ ഇവിടെ കിട്ടുകയും ചെയ്യും. ഇത് നോർമലായിട്ട് നടക്കുന്ന ഒരു സെൽ ഡിവിഷൻ. ഇനി ഒരു നോൺ ഡിസ്റ്റങ്ഷൻ ഈ ക്രോമസോമിന് സംഭവിക്കുന്നു എന്ന് വിചാരിക്കാം. നോൺ ഡിസ്റ്റങ്ഷനിൽ പറഞ്ഞു ഒന്നുകിൽ ലോസ് ആയിരിക്കാം അല്ലെങ്കിൽ ഗെയിൻ ആയിരിക്കാം. അപ്പോൾ ഇവിടെ മിയോട്ടിക് ഡിവിഷൻ നടക്കുമ്പോൾ ഇവിടെ ഉള്ള ഈ 21ാമത്തെ ക്രോമസോംസ് 2 സെല്ലിലേക്കായിട്ട് പോകണമായിരുന്നു. അതാണ് നോർമലി സംഭവിക്കേണ്ടത്. ഓരോ ഹോമലോഗസ് പെയറിൻ്റെ ഒരു പെയർ ഒരു ഓവത്തിലേക്ക് പോകണം, മറ്റേ പെയർ അടുത്ത ഓവത്തിലേക്ക് പോകണം. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എങ്ങനെയാണ്? ഇത് രണ്ടും ഒരു ഓവത്തിന് തന്നെ ലഭിക്കുന്നു. ഇതിവിടെ ക്രോമസോം എന്ത് ചെയ്യുന്നില്ല? വേർപിരിയൽ നടക്കുന്നില്ല. നോൺ ഡിസ്ജങ്ഷൻ ആകുന്നു, വിട്ടുപോകുന്നില്ല. അത് കാരണം ഒരു എഗ്ഗിൽ ഈ 2 ക്രോമസോമും കിട്ടുന്നു, മറ്റേ എഗ്ഗിൽ ഈ 21ാമത്തെ ക്രോമസോം കിട്ടുന്നേയില്ല. അപ്പം അങ്ങനെയുള്ള ഒരു എഗ്ഗിനെ നോർമലായിട്ടുള്ള ഒരു സ്പേം വന്ന് ഫെർട്ടിലൈസ് ചെയ്യുകയാണെങ്കിൽ നോർമലായിട്ടുള്ള ഒരു സ്പേം വന്ന് ഇതിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നു. ആ സ്പേമിന് എക്സ് ക്രോമസോമുള്ള സ്പേം ആകാം, വൈ ക്രോമസോമുള്ള സ്പേമും ആകാം. എന്തായാലും ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന സൈഗോട്ടിൽ 21ാമത്തെ ക്രോമസോം എന്ന് പറയുന്നത് ഇതിൽ നിന്നും കിട്ടിയ 2 എണ്ണവും സ്പേമിൽ നിന്നും കിട്ടിയ 1 എണ്ണവും കൂടെ ചേർന്ന് അത് 3 ക്രോമസോമായിട്ട് മാറുകയും അവിടെ 21st ഓട്ടോസോമിൻ്റെ ട്രൈസോമി സംഭവിക്കുകയും ചെയ്യും. ഇവിടെ ഈ സൈഗോട്ടിൽ 21ാമത്തെ ക്രോമസോം 2 എണ്ണം കാണുന്നതിന് പകരം അവിടെ 3 എണ്ണം കാണും. ഒന്ന് സ്പേം സെല്ലിൽ നിന്നും കിട്ടുന്നത്, ബാക്കി 2 എണ്ണവും അൺയൂഷ്വൽ ആയിട്ടുള്ള എഗ്ഗിൽ നിന്നും കിട്ടുന്നതാണ്. അപ്പോൾ ഇവിടെ ഈ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്യുന്നത് എക്സ് ക്യാരിയിങ് സ്പേം ആണെങ്കിൽ അവിടെ കാരിയോടൈപ്പ് നമ്മൾ എഴുതുമ്പോൾ 45 + XX എന്ന് എഴുതേണ്ടി വരും. ഇപ്പം നോർമലായിട്ട് ഉള്ള ക്രോമസോം എന്ന് പറയുന്നത് 46 ക്രോമസോമാണ്. ഇവിടെ ടോട്ടൽ എത്ര ക്രോമസോം വരും? 47 ക്രോമസോംസ് വരും. 45 ആട്ടോസോമും 2 എക്സ് ക്രോമസോമും. ഇനി ഇവിടെ ഫെർട്ടിലൈസ് ചെയ്യുന്നത് വൈ ക്രോമസോം ആണെങ്കിൽ 45 + XY മെയിലായിരിക്കും. 45 + XY മെയിലായിരിക്കും. അതായത് ഡൗൺ സിൻഡ്രോം മെയിലിനും ഉണ്ടാകാം, ഫീമെയിലിനും ഉണ്ടാകാം. അപ്പം അത് ഫെർട്ടിലൈസ് ചെയ്യപ്പെടുന്ന സ്പേമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു. എക്സ് ക്രോമസോമുള്ള സ്പേം ആണെങ്കിൽ അത് 45 + XX ഫീമെയിലായിരിക്കും. ഇത് വൈ ക്രോമസോമുള്ള സ്പേം ആണെങ്കിൽ 45 + XY മെയിലായിരിക്കും. ഇനി എന്തൊക്കെയാണ് ഡൗൺ സിൻഡ്രോംസിൻ്റെ ഫീനോടൈപ്പിൽ വരുന്നതെന്ന് നോക്കാം. ദ അഫക്റ്റഡ് ഇൻഡിവിജ്വൽ ഈസ് ഷോർട്ട് സ്റ്റാച്വേർഡ്. പൊക്കം കുറവുള്ള ആൾക്കാരായിരിക്കും. ഡൗൺ സിൻഡ്രോം ബാധിച്ചവരെ സംബന്ധിച്ച് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരായിരിക്കും. അതിനെ വിളിക്കുന്ന ടേമാണ് ഷോർട്ട് സ്റ്റാച്വേർഡ്. വിത്ത് സ്മാൾ റൗണ്ട് ഹെഡ്. ഹെഡ് എപ്പോഴും വലിപ്പം കുറവും റൗണ്ട് ഷേപ്പിലുമുള്ള ഹെഡായിരിക്കും ഡൗൺ സിൻഡ്രോം ബാധിച്ചവർക്ക് ഉണ്ടാവുക. ഫറോഡ് ടങ്. ടങ്ങിനകത്ത് പടത്തിൽ നോക്കിയാൽ കാണാം ഇതുപോലെ ഒരുപാട് കുഴികളുണ്ടാകും. ഫറോഡ് ടങ് ആയിരിക്കും. ഈ ക്രോമസോംസിൻ്റെ ഈ ഒരു ഡിസോർഡർ കാരണം
ഒരു ഫറൗഡ് ടങ് അപ്പിയറൻസ് ഡൗൺ സിൻഡ്രോം ബാധിച്ചവർക്കുണ്ടാകാം. ആൻഡ് പാർഷ്യലി ഓപ്പൺ മൗത്ത്, മിക്കവാറും ഇവർ എപ്പോഴും അല്പം ഒന്ന് തുറന്ന് വെച്ചിരിക്കുന്ന ആൾക്കാരായിരിക്കും. മറ്റ് ഒരു പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് പാം ഈസ് ബ്രോഡ് വിത്ത് ക്യാരക്ടറിസ്റ്റിക് പാം ക്രീസ്. പാം ക്രീസ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൈയുടെ അകവശം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇതുപോലത്തെ ലൈൻ കാണാൻ സാധിക്കും. ഇവിടെ ഒരെൻഡിൽ തുടങ്ങി മറ്റേ എൻഡിൽ അവസാനിക്കുന്ന രീതിയിലുള്ള ഒരു സിംഗിൾ പാം ക്രീസ്, അത് ഡൗൺ സിൻഡ്രോമിൻ്റെ പ്രത്യേകതയാണ്. ഈ കാണുന്ന ഒരു പാം ക്രീസ് ഡൗൺ സിൻഡ്രോം ബാധിക്കുന്ന ആൾക്കാരിൽ കാണുന്ന ഒരു ഫിനോടൈപ്പിക് ക്യാരക്ടറാണ് പാം ക്രീസ്. നോർമലി ഫിസിക്കൽ, സൈക്കോമോട്ടോർ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റ് ഈസ് റിട്ടാർഡഡ്. ഇത്തരം ആൾക്കാരുടെ ഫിസിക്കലായിട്ടും സൈക്കോമോട്ടോറായിട്ടും മെൻ്റലായിട്ടുമുള്ള ഡെവലപ്മെൻറ്റുകൾ റിട്ടാർഡഡ് ആയിരിക്കും. വളരെ ബുദ്ധി വൈകല്യമുള്ള ആൾക്കാരായിരിക്കും. ഈസി ആയിട്ട് മൂവ് ചെയ്ത് പോകാനൊക്കെ ഉള്ള ബാലൻസിങ് ഒക്കെ കുറഞ്ഞ ആൾക്കാരായിരിക്കും. ഇൻ്റലക്ച്വൽ എബിലിറ്റി കുറവായിരിക്കും. ഇനിതാ ഇവിടെ കാണുന്ന ഈ പിക്ചറിൽ കാണുന്ന ക്യാരക്ടേഴ്സ് കൂടെ ഒന്ന് ശ്രദ്ധിക്കുക. ഫ്ലാറ്റ് ബാക്ക് ഓഫ് ഹെഡ്, ഹെഡിൻ്റെ ബാക്ക് വശം ഫ്ലാറ്റ് ആയിരിക്കും. മെനി ലൂപ്സ് ഓൺ ഫിംഗർ ടിപ്സ്, ഈ ഫിംഗറിൻ്റെ ടിപ്സിൽ ഒരുപാട് ഇങ്ങനെ ലൂപ്സുകളുണ്ടാകും. നേരത്തെ സൂചിപ്പിച്ചു പാം ക്രീസ്, ക്യാരക്ടറിസ്റ്റിക് ആയിട്ടുള്ള ഒരു പാം ക്രീസ് ഇവിടെ കാണാൻ സാധിക്കും. ബ്രോഡ് ഫ്ലാറ്റ് ഫേസ് ആണ്. ബിഗ് ആൻഡ് റിങ്കിൾഡ് ടങ് ആണ്. ഫറോസ് കണ്ടു നമ്മളിവിടെ, ചുളിവുകളുള്ള ടങ് ആണ്. കൺജനിറ്റൽ ഹാർട്ട് ഡിസീസ്, മിക്കവാർക്കും അവർക്ക് ജന്മനാൽ ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളും ഇത്തരം ആൾക്കാരിൽ ഉണ്ടാകും. അപ്പോൾ ഈ സിൻഡ്രോംസും ജനറ്റിക് ഡിസോർഡേഴ്സിനെയും പഠിക്കുമ്പോൾ ഓർക്കുക, ഇതൊന്നും നമുക്ക് മെഡിസിൻസ് കൊടുത്ത് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളല്ല. ഇത് ജനറ്റിക്കലായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ പ്രശ്നങ്ങളെ ഓവർകം ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് മാത്രമേ ഇതിന് പരിഹാരം ഉള്ളൂ. ഇനി ക്രോമസോമൽ ഡിസോർഡേഴ്സിൽ അടുത്ത ഡിസോർഡറായ ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഡിസോർഡറിനെ സംബന്ധിച്ച് പറയുമ്പോഴും പ്രസൻസ് ഓഫ് ആൻ അഡീഷണൽ കോപ്പി ഓഫ് എക്സ് ക്രോമസോം, ഇതും കണ്ടുപിടിച്ച സയൻറ്റിസ്റ്റിൻ്റെ പേരിലാണ് ഈ ഡിസോർഡേഴ്സ് സിൻഡ്രോംസ് അറിയപ്പെടുന്നത്. ക്ലൈൻഫെൽറ്റേഴ്സ്, ഡൗണ്, ടർണർ, ഇതെല്ലാം സയൻറ്റിസ്റ്റിൻ്റെ പേരുകളുമായി ബന്ധപ്പെട്ട ഡിസോർഡേഴ്സാണ്. അപ്പോൾ ഇവിടെ ഈ ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം വരാനുള്ള പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് പ്രസൻസ് ഓഫ് ആൻ അഡീഷണൽ കോപ്പി ഓഫ് എക്സ് ക്രോമസോം റിസൾട്ടിങ് ഇൻ ടു എ കാരിയോടൈപ്പ് ഓഫ് 47. അപ്പോൾ ഇവിടെയും ക്രോമസോം നമ്പർ 47 ആണ്. ഡൗൺ സിൻഡ്രോം പഠിച്ചപ്പോഴും ക്രോമസോം നമ്പർ ടോട്ടൽ 47 ആണ്. എന്താ ഇതിലെ വ്യത്യാസമെന്ന് ചോദിച്ചാൽ ഇവിടെ എണ്ണം കൂടുതലായിട്ട് വരുന്നത് ഒരു എക്സ് ക്രോമസോമാണ്. അതും എങ്ങനെ സംഭവിക്കുന്നുവെന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് നേരത്തെ നമ്മൾ കണ്ടതാണ്. നോർമലായിട്ടൊരു സെൽ ഡിവിഷൻ, ഒരു മിയോട്ടിക് ഡിവിഷൻ നടക്കുന്നു. അപ്പോഴത്തേക്കും ഒരു ഹോമലോഗസ് പെയറായിട്ടൊരു ക്രോമസോം ഇരിക്കുന്നെങ്കിൽ അതിൽ ഓരോ ക്രോമസോമും ഓരോ ഗമീറ്റിലേക്ക് പോകുന്നു. ഫെർട്ടിലൈസേഷൻ നടക്കുമ്പോഴത്തേക്കും ഇവിടെ ഒരു ക്രോമസോമുണ്ട്, ഇവിടെ ഒരു ക്രോമസോമുണ്ട്. അപ്പോൾ ഈ രണ്ട് ക്രോമസോമും കൂടെ അവിടെ കിട്ടിക്കഴിയുമ്പോൾ 46 ക്രോമസോമായിട്ട് അവിടെ മാറുന്നു. അല്ലെങ്കിൽ ഓരോ ഹോമലോഗ്സ് ക്രോമസോംസും പെയേഴ്സായിട്ട് മാറുന്നു. ഇതാണ് നോർമലായിട്ട് സെൽ ഡിവിഷൻ പ്രോസസ്സിൽ നടക്കുക. ഇനി ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോത്തിൽ എന്താ സംഭവിക്കുക? ഇതൊരു ഊഗോണിയൽ സെല്ലാണെന്ന് വിചാരിക്കുക. 2 എക്സ് ക്രോമസോം ഉള്ളതാണെന്ന് വിചാരിക്കുക. നേരത്തെ നമ്മളിതിനെ ഒരു ആട്ടോസോം എന്നുള്ള രീതിയിൽ നമ്മൾ മനസ്സിലാക്കി. ഇപ്പോൾ ഇതിനെ ഒരു എക്സ് ക്രോമസോം ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെയും നോൺ ഡിസ്റ്റങ്ഷൻ നടന്നിട്ട് ഈ 2 എക്സ് ക്രോമസോം ഉള്ള ഒരു എഗ്ഗ് ഇവിടെ കിട്ടുന്നു. ഈ ഒരു എഗ്ഗിൽ എക്സ് ക്രോമസോം കിട്ടുന്നില്ല. ഈ ഒരു എഗ്ഗിൽ 2 എക്സ് ക്രോമസോം കിട്ടുന്നു.
2 എക്സ് ക്രോമസോമുള്ള എഗ്ഗാണ്. സാധാരണ രീതിയിൽ ഒരു എഗ്ഗിൽ ഒരു എക്സ് ക്രോമസോമേ ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ ക്രോമസോമിൻ്റെ നോൺ ഡിസ്റ്റങ്ഷൻ നടന്നിട്ട് വേർപിരിയൽ നടക്കാതെ 2 ക്രോമസോംസും ഹോമലോഗസ് പെയേഴ്സും നേരെ ഈ ഒരു എഗ്ഗിലേക്ക് പോരുന്നു. അപ്പോൾ ആ എഗ്ഗിനെ ഒരു Y ക്യാരിയിങ് സ്പേമാണ് ഫെർട്ടിലൈസ് ചെയ്യുന്നതെങ്കിൽ അവിടെ എന്ത് സംഭവിക്കും? ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോം സംഭവിക്കും. ദിസ് ഈസ് ആൻ അൺയൂഷ്വൽ എഗ് വിത്ത് 2 എക്സ് ക്രോമസോംസ്. 2 എക്സ് ക്രോമസോമുള്ള അൺയൂഷ്വൽ ആയിട്ടുള്ള ഒരു എഗ്ഗാണ്. അപ്പോൾ അതിനെ ഒരു Y ക്രോമസോം വന്ന് ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ അവിടെ ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോം സംഭവിക്കും. അങ്ങനെ വരുമ്പോൾ 44 XXY എന്നുള്ള കാരിയോടൈപ്പിലേക്ക് വരും. അപ്പോൾ ടോട്ടൽ ക്രോമസോം എന്ന് പറയുന്നത് 47 ആണ്. XXY ആണ്. Y ക്രോമസോം ഉള്ളത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഈ ഇൻഡിവിജ്വൽ മെയിലായിരിക്കും. ഇതാണ് ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോത്തിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു അൺയൂഷ്വൽ എഗ് വിത്ത് 2 എക്സ് ക്രോമസോം ഈസ് ഫെർട്ടിലൈസ്ഡ് ബൈ നോർമൽ സ്പേം വിത്ത് Y ക്രോമസോം and as a result trisomy of sex chromosome takes place. Here sex chromosome 2 പകരം 3 ഉണ്ടാകുന്നു. So the individual is Klinefelter's individual is affected with Klinefelter syndrome and he has the karyotype 44 + XXY. ഇവിടെ ഈ ക്രോമസോം കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഒരു എക്സ് ക്രോമസോമിന് പകരം 2 എക്സ് ക്രോമസോം. ബാക്കി എല്ലാ ക്രോമസോംസ് 2 വീതമാണ്. ഇവിടെ എക്സ് ക്രോമസോമും Y ക്രോമസോമും കൂടെ ചേർന്നാണ് 2 വരേണ്ടത്. അതിന് പകരം ഇവിടെ 2 എക്സ് ക്രോമസോം വരുന്നു. എന്താണ് ഇത്തരം ആൾക്കാരിൽ ഉണ്ടാകുന്ന ഫിനോടൈപ്പിക് ക്യാരക്ടേഴ്സ്? Such an individual has overall masculine development. സാധാരണ ഉള്ള മസിൽ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടാകും. However, the feminine development of breast, that is gynecomastia, is also expressed. അപ്പോൾ ഈ സിൻഡ്രോം ഉള്ള ആൾക്കാരുടെ പ്രധാനപ്പെട്ട ഒരു ഫിനോടൈപ്പിക് ഫീച്ചറാണ് പ്രസൻസ് ഓഫ് ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻ്റ് ഉണ്ടാകുക എന്നുള്ളത്. അപ്പോൾ ഇതിന് കാരണം എന്താണ്? ഇവിടെ ഒരു എക്സ് ക്രോമസോമിന് പകരം 2 എക്സ് ക്രോമസോം വരുന്നത് കൊണ്ട് ഫീമെയിൽ ക്യാരക്ടേഴ്സ് മെയിലിൽ കൂടുതലായിട്ട് വരും. അപ്പം അങ്ങനെ വരുമ്പോൾ ഉള്ള പ്രധാനപ്പെട്ട ഒരു ഫിനോട്ടിപ്പിക് എക്സ്പ്രഷനാണ്, ടേം മറക്കണ്ട, ഗൈനക്കോമാസ്റ്റിയ. ഗൈനക്കോമാസ്റ്റിയ എന്താണ്? ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് ഇൻ മെയിൽസ്. മെയിൽസിൽ ബ്രസ്റ്റ് ഡെവലപ്പ് ചെയ്യുന്ന ആ ഒരു ഫിനോട്ടിപ്പിക് എക്സ്പ്രഷനെ വിളിക്കുന്ന ടേമാണ് ഗൈനക്കോമാസ്റ്റിയ. അപ്പോൾ ഇത്തരം ഇൻഡിവിജ്വൽസ് സ്റ്റെറൈലായിരിക്കും. സ്റ്റെറൈൽ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുക? റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടാകില്ല. റെഡ്യൂസ്ഡ് ടെസ്റ്റിക്കിൾസ് ആയിരിക്കും. ടെസ്റ്റിസൊക്കെ വളരെ റെഡ്യൂസ്ഡ് ആയിരിക്കും. റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടാകില്ല ഇത്തരം ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം. സാധാരണയൊക്കെ നല്ല ഹൈറ്റുള്ള ആൾക്കാരായിരിക്കും. ഓവറാൾ മസ്കുലൈൻ ഡെവലപ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിലും മസിൽസൊക്കെ വീക്കർ മസിൽസ് ആയിരിക്കും. ഇൻഫെർട്ടിലിറ്റി ആയിരിക്കും. സ്റ്റെറൈലായിരിക്കും. ഇതൊക്കെ ഈ ഇൻഡിവിജ്വൽസിൻ്റെ ക്യാരക്ടേഴ്സാണ്. ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം ബാധിച്ച ആൾക്കാർക്കുണ്ടാകാവുന്ന പ്രശ്നങ്ങളാണ്. ഇനി അടുത്ത ഡിസോർഡറാണ് ടർണേഴ്സ് സിൻഡ്രോം. മൂന്നാമത്തെ സിൻഡ്രോം ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോം ഡിസ്കസ് ചെയ്തു. ദെൻ ലാസ്റ്റ്ലി ടർണേഴ്സ് സിൻഡ്രോം. It is caused due to the absence of one of the X chromosome, that is 45 with X0. ഒരു എക്സ് ക്രോമസോം കുറയുക. സാധാരണ ഇൻഡിവിജ്വൽസിനെ സംബന്ധിച്ചിടത്തോളം 46 ക്രോമസോംസ് ആണ്. എന്നാൽ ടർണേഴ്സ് സിൻഡ്രോം ബാധിച്ച ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ക്രോമസോമിൻ്റെ എണ്ണം 45 ആയിരിക്കും. വിത്ത് X0, ഒരു എക്സ് ക്രോമസോം ആബ്സെൻ്റ് ആയിരിക്കും. അപ്പോൾ എക്സ് ക്രോമസോം ഫീമെയിലിൽ സാധാരണ രീതിയിൽ 2 വേണം. ഒരെണ്ണം ഇവിടെ ആബ്സെൻ്റ് ആയതുകൊണ്ട് ഫെമൈൻ ക്യാരക്ടേഴ്സ് കുറവായിരിക്കും.
എസ്പെഷ്യലി ബ്രസ്റ്റിൻ്റെ ഡെവലപ്മെൻ്റൊക്കെ വളരെ വീക്കായിരിക്കും. ഷോർട്ട് സ്റ്റാച്യൂർ ആയിരിക്കും, പൊക്കം കുറഞ്ഞ ആൾക്കാരായിരിക്കും. ആൻഡ് അണ്ടർ ഡെവലപ്ഡ് ഫെമൈൻ ക്യാരക്ടേഴ്സ് ആയിരിക്കും. ഇനി ഇതിൻ്റെ സെൽ ഡിവിഷൻ്റെ ഒരു പെക്യൂലിയാരിറ്റി ഒന്ന് നോക്കാം. ഇപ്പോൾ സാധാരണ മിയോസിസ് നടക്കുമ്പോൾ ഓവം ഉണ്ടാകുന്നത് നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പോൾ ഇതൊരു എക്സ് ക്രോമസോം ആണെന്ന് വിചാരിക്കുക. ഇതൊരു സെൽ ഡിവിഷൻ നടന്നു കഴിയുമ്പോഴത്തേക്കും ഈ എക്സ് ക്രോമസോം 2 ഓവത്തിലായിട്ട് പോകുന്നു. ഈ ഓവത്തിനെ സ്പേം വന്ന് ഫെർട്ടിലൈസ് ചെയ്യുന്നു. ഫെർട്ടിലൈസ് ചെയ്യുമ്പോൾ അത് എക്സ് ഉള്ള സ്പേം ആണെങ്കിൽ എക്സ് ഫീമെയിൽ ആയിരിക്കും, വൈ ഉള്ള സ്പേം ആണെങ്കിൽ XY മെയിൽ ആയിരിക്കും. ഇവിടെ സംഭവിക്കുക ഒരു അൺയൂഷ്വൽ ആയിട്ടുള്ള സ്പേം വിത്തൗട്ട് എക്സ് ഓർ വൈ ക്രോമസോം. എക്സ് ക്രോമസോമോ വൈ ക്രോമസോമോ ഇല്ലാത്ത ബാക്കി എല്ലാ ക്രോമസോംസും ഉണ്ട്. 23 ക്രോമസോംസ് വരണം, ബാക്കി 22 ആട്ടോസോംസും കാണും. എന്നാൽ സെക്സ് ക്രോമസോം ഉണ്ടാവില്ല. സെക്സ് ക്രോമസോമായിട്ട് വരാവുന്നത് എക്സ് ക്രോമസോം വരാം, വൈ ക്രോമസോം വരാം. എന്നാൽ ഈ ഒരു സ്പേം സെൽസിൽ ഈ 2 ക്രോമസോമും ആബ്സെൻ്റ് ആണ്. 2 ക്രോമസോമും ആബ്സെൻ്റ് ആയിട്ടുള്ള സ്പേം സെല്ല് വന്ന് ഈ എഗ്ഗിനെ ഫെർട്ടിലൈസ് ചെയ്താൽ എന്താ സംഭവിക്കുക? ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉണ്ടാവുള്ളൂ, ബാക്കിയുള്ളത് 0. അതാണ് X0 എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിച്ചത്. ഇത് നോർമൽ സ്പേം വിത്ത് എക്സ് ഓർ വൈ ക്രോമസോം. നോർമലായിട്ടുള്ള സ്പേം എക്സ് അല്ലെങ്കിൽ വൈ ക്രോമസോം അതിനുണ്ട്. എന്നാൽ ഇത് അൺയൂഷ്വൽ സ്പേം വിത്തൗട്ട് എക്സ് ഓർ വൈ ക്രോമസോം. എക്സും ഇല്ല, വൈയും ഇല്ല. ആസ് എ റിസൾട്ട് വാട്ട് ഹാപ്പൻസ്? ബാക്കി എല്ലാ ക്രോമസോമും ഉണ്ടാകും, ഈ ഒരു എക്സ് ക്രോമസോമിൻ്റെ കുറവായിരിക്കും അല്ലെങ്കിൽ വൈ ക്രോമസോമിൻ്റെ കുറവായിരിക്കും. അപ്പോൾ ഒരു എക്സ് ക്രോമസോം ഉള്ളത് കൊണ്ട് ആളവിടെ ഫീമെയിൽ ആയിരിക്കും. 44 + X0 ഫീമെയിൽ ആയിരിക്കും. ഇതാണ് ടർണർ സിൻഡ്രോം. ടർണർ സിൻഡ്രോം ഈസ് കോസ്ഡ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് വൺ ഓഫ് ദ എക്സ് ക്രോമസോംസ്, ദാറ്റ് ഈസ് 45 വിത്ത് X0. ഇവിടെ ഒരു എക്സ് ക്രോമസോം മാത്രമേ ഉള്ളൂ, മറ്റേ എക്സും ഇല്ല, വൈയും ഇല്ല. സച്ച് ഫീമെയിൽസ് ആർ സ്റ്റെറൈൽ വിത്ത് റുഡിമെൻ്ററി ഓവറീസ്. അവരുടെ ഫിനോടൈപ്പിനെ സംബന്ധിച്ച് പറയുമ്പോൾ നേരത്തെ പറഞ്ഞു ഷോർട്ട് സ്റ്റാച്ചറാണ്, അണ്ടർ ഡെവലപ്ഡ് ഫെമൈൻ ക്യാരക്ടേഴ്സാണ്. പിന്നെ ഇവർ സ്റ്റെറൈലുമായിരിക്കും, റീപ്രൊഡക്റ്റീവ് കപ്പാസിറ്റി ഉണ്ടാവില്ല, ഇൻഫെർട്ടിലിറ്റി ഉള്ളവരായിരിക്കും. വിത്ത് റുഡിമെൻ്ററി ഓവറീസ്. ഓവറീസ് വളരെ ശുഷ്കമായിട്ടുള്ള ഓവറി ആയിരിക്കും, ഡെവലപ്ഡ് ആയിട്ടുള്ള ഓവറീസ് ആയിരിക്കില്ല. ദേ ലാക്ക് അതർ സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ്. മറ്റ് സെക്കൻഡറി സെക്ഷൽ ക്യാരക്ടേഴ്സ് എസ്പെഷ്യലി ദ ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ് ഒക്കെ വളരെ കുറവായിരിക്കും. ഇതാണ് സിൻഡ്രോംസുകൾ, ടർണർ സിൻഡ്രോംസിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് മൊത്തത്തിൽ ഈ സിൻഡ്രോംസുകളെ കുറിച്ച് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ ഒരു ചാർട്ടിൽ കൂടെ ഒന്ന് റിവൈസ് ചെയ്യാം. ഡൗൺ സിൻഡ്രോം മനസ്സിലാക്കി. അവിടുത്തെ കാരിയോ ടൈപ്പ് എന്ന് പറയുന്നത് 45A+XX. എ എന്നിവിടെ സൂചിപ്പിക്കുന്നത് ആട്ടോസോം. 45 ആട്ടോസോംസ് പ്ലസ് സെക്സ് ക്രോമസോമായ XX ഉണ്ടെങ്കിൽ ആൾ ഫീമെയിൽ ആയിരിക്കും. 45A+XY. XY ആണെങ്കിൽ ആൾ മെയിലായിരിക്കും. ഓർക്കുക, ഡൗൺ സിൻഡ്രോം മെയിൽസിനും വരാം, ഫീമെയിൽസിനും വരാം. അപ്പോൾ ഇതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ട്രൈസോമി ഓഫ് ക്രോമസോം നമ്പർ 21. എന്തൊക്കെയായിരിക്കാം ഫിനോട്ടിപ്പ് സിംറ്റംസ്? ഷോർട്ട് സ്റ്റാച്യൂർഡ് വിത്ത് സ്മാൾ റൗണ്ട് ഹെഡ്, ഫറോഡ് ടങ് ആൻഡ് പാർഷ്യലി ഓപ്പൺ മൗത്ത്, ബ്രോഡ് പാം വിത്ത് ക്യാരക്ടറിസ്റ്റിക് പാം ക്രീസ്, റിട്ടാർഡേഷൻ ഇൻ ഫിസിക്കൽ, സൈക്കോമോട്ടോർ ആൻഡ് മെൻ്റൽ ഡെവലപ്മെൻറ്റ്. നെക്സ്റ്റ്, ക്ലൈൻഫെൽറ്റേഴ്സ് സിൻഡ്രോമിനെ സംബന്ധിച്ച് ഇവിടെ ഒരു എക്സ് ക്രോമസോം അഡീഷണൽ ആയിട്ടുണ്ടാവും. സോ 44 ആട്ടോസോംസും ഉണ്ട് പ്ലസ് XXY. ദാറ്റ് ഈസ് ട്രൈസോമി ഓഫ് സെക്സ് ക്രോമസോം. സെക്സ് ക്രോമസോമിൽ 3 എണ്ണം ഉണ്ടാകുന്ന അവസ്ഥ ട്രൈസോമി. ഇനി എന്താ അതിൻ്റെ സിംറ്റംസ്? ഓവറാൾ മസ്കുലൈൻ ഡെവലപ്മെൻറ്റ്, ഡെവലപ്മെൻറ്റ് ഓഫ് ബ്രസ്റ്റ്,
that is gynecomastia, is expressed sterile individuals. Then Turner syndrome, 44A plus X0, ഒരു X chromosome കുറവാണ്. Monosomy of sex chromosome, sex chromosome ഒരെണ്ണേ ഉള്ളൂ, so it is known as monosomy. Sterile females ആയിരിക്കും. Rudimentary ovaries ആണ്. Lack of secondary sexual characters. ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ സിൻഡ്രോംസിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. ഇപ്പോൾ 3 സിൻഡ്രോംസ് ഉണ്ടായിരുന്നു: ഡൗൺ സിൻഡ്രോം, ക്ലൈൻഫെൽറ്റർ സിൻഡ്രോം, ടർണർ സിൻഡ്രോം. ഈ സിൻഡ്രോംസിനെ കുറിച്ചുള്ള ഈ ഒരു ഡിസ്കഷനോടുകൂടെ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്നുള്ള ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഈ ഭാഗങ്ങൾ നിങ്ങൾ എല്ലാവരും നന്നായിട്ട് മനസ്സിലാക്കുക, വീഡിയോസ് ആവർത്തിച്ച് കാണുക. തുടർന്നുള്ള മറ്റ് ചാപ്റ്റേഴ്സിൻ്റെ വീഡിയോസ് കാണുന്നതിനായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.